ഏറ്റെടുക്കും. ഒരു ഹെക്ടറിന് 15 ലക്ഷം. അത് ഒരു ഹെക്ടർ തന്നെ 2.5 ഏക്കറയ്ക്ക് 15 ലക്ഷം വെച്ചിട്ട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കും. ഒരു ഏക്കർ സ്ഥലങ്ങൾ നിൽക്കപ്പോ ഒരു 4 ലക്ഷം കിട്ടും ഒരു ഏക്കറയ്ക്ക്. അത് മതിയാ? അതാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ. അതല്ലേ സാറേ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് സാറ് സമ്മതിക്കുന്നത്. അത് ഉറപ്പുണ്ടാവില്ല. അതായത് ആരും വിചാരിക്കണ്ട ഹൈവേയിൽ ഭൂമി ഏറ്റെടുത്ത പോലെ വനം വകുപ്പ് ഏറ്റെടുക്കുന്നത്. അതായത് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2.25 ഏക്കറയ്ക്ക് താഴെയുള്ള സ്ഥലം നിയമപ്രകാരം, നിയമസഭയുടെ നിയമപ്രകാരം 15 ലക്ഷം രൂപയാണ് നമുക്ക് തരിക ഒരു ഹെക്ടർ. അതിന് കൂടുതലുള്ളവർക്ക് ആ പൈസ തന്നെ കിട്ടുള്ളൂ. ഒരു ഹെക്ടർ വരെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പൈസയാണ് പറഞ്ഞത്. അതിന് മേലെ ഇപ്പൊ 2 ഏക്കറോ 3 ഏക്കറോ ഉണ്ടെങ്കിലും 15 ലക്ഷം തന്നെ ഉള്ളൂ. അത് റീബിൽഡ് കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് മാന്യമായ രീതിയിൽ മാറിക്കൊണ്ടുവരും ഗതി മുട്ടിയിട്ട്. എല്ലാ വീട്ടുകാർക്കും ഞാനിച്ചിരി ആദ്യം പോകുന്നു മാത്രമേ ഉള്ളൂ. മറ്റുള്ള വീട്ടുകാർക്കും കാലക്രമേണ കുറേശ്ശെ പോവാം. ഞാനിച്ചിരി ആദ്യം പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഫോറസ്റ്റ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞതിന്റെ പേരിലാണ് ചോദിക്കുന്നത്. ഇവിടെ വരുന്നവരൊക്കെ അതന്നെ പറയണത്. അവിടെ വരുന്നവരെല്ലാം തന്നെ ഈ കക്കവാറൽ, മത്സ്യബന്ധനം എന്നിവയും കണ്ടൽക്കാട് നാശത്തിന് ഇടവരുന്നു. അപ്പൊ ഇനി കക്ക പിടിക്കാനും മീൻ പിടിക്കാനും പോകാൻ പറ്റില്ല. അതല്ല വില ഇരിക്കുന്നത്. എന്നിവ മൂലം കണ്ടൽ കാടുകൾ നശിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ രേഖകളാണത്. കടലുണ്ടി എന്താ കമ്മ്യൂണിറ്റി റിസർവ് അല്ലേ? ഇവിടെ എന്താ റിസർവ് ഫോറസ്റ്റ് അല്ലേ? സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ ഇറക്കിയുള്ളത്. ഇവിടെ സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ ഇറക്കിയുള്ളത്. ഉറപ്പ് പറയേ, ഇവിടെ സെക്ഷൻ 4 ആണോ റിസർവ് ഫോറസ്റ്റ് ആണോ? അത്ര മതി. അതിന്റെ പ്രശ്നം കടലുണ്ടി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ കുടിക്കാൻ കടലുണ്ടിക്കാർ പറയുന്നത് ഈ പരിപാടി നടത്തിലാകല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പറ്റുണ്ടാവും. ഇവിടെ ഈ മരങ്ങള് ഇതിന്റെ ഒരു കൊമ്പ് ഞങ്ങൾ വെച്ച് ഞങ്ങൾ കേസെടുത്തില്ല. ഇപ്പൊ മെമ്പറോട് പറയാൻ പറഞ്ഞു. 2 വണ്ടി ആര് വെപ്പിച്ച് പോയിട്ട് അറിയാണ്ട് മെമ്പർമാരായി. ഞങ്ങൾ ചോദിക്കുന്നു നമ്മളിപ്പോ ഇവിടെ വന്നു. ഞങ്ങളെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്ലബ് ചെയ്യേണ്ട ഒരാവശ്യവും ഈ നാട്ടിൽ. കയ്യേറ്റ ഭൂമി ഉണ്ടെങ്കിൽ റവന്യൂ എടുത്തോട്ടെ. കയ്യേറ്റ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റോ കളക്ടറോ ആര് വേണമെങ്കിലും നടത്തിക്കോട്ടെ. ഇവിടെ വന്നു. നിങ്ങളുടെ ആകുലകളെല്ലാം സംഭവം ചെയ്ത് പെട്ടെന്നൊരു അവസാനമായിട്ട് നമുക്കൊരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളും അല്ല. ഞങ്ങൾക്ക് മറുപടി പറയാലോ. അല്ല, നിങ്ങൾക്ക് പറയാം. നമുക്ക് സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. സാറിന് കഴിഞ്ഞ സാറ് പോകും, വേറൊരു സാറാവുക. ആയിക്കോട്ടെ, ശരിയാണ്. ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ വന്നത് നമ്മൾ ഈ ഗ്രാമകേന്ദ്ര സമിതിയുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ നമ്മള് എന്ത് കമ്മിറ്റി കുടിക്കോ. പക്ഷെ ഞങ്ങളുടെ ആശങ്കയാണിത്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തന്നതിന് ശേഷം എന്ത് സമിതി വേണമെങ്കിലും കുടിക്കോ. ഇനി 14 നിയമസഭയില് 14 നിയമസഭയിൽ കറക്റ്റായിട്ട് പറയുന്ന ഒരു സാധനം പറഞ്ഞു കേട്ടാ. കണ്ടൽ വർദ്ധിപ്പിക്കുന്നതിന്റെ തോത് കണ്ടൽ വെട്ടി നശിപ്പിക്കുന്നതിന്റെ തോത് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് ഇല്ലാത്ത കാടിനെ കൊടുത്തിട്ടുള്ള പുഴനെ കൊണ്ട് ടൂറിസത്തിന്റെ ഒരു പുതിയ ടൂറിസം പദ്ധതി പറഞ്ഞു.
ഇവിടെ കുഴപ്പമില്ല, മാഡം പറഞ്ഞു പറയാണ്ട് പറഞ്ഞു ടൂറിസം പദ്ധതി എന്ത് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ല, ഇല്ലെങ്കിൽ വേണ്ട അത്രയും കാര്യങ്ങളുള്ളൂ. നമ്മള് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങളുടെ അനുഭവിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് അത് നമുക്ക് അംഗീകരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യം എല്ലാ കാര്യങ്ങളും ഇതുണ്ടാവും. അങ്ങനെയുള്ള ആകുലെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. കാര്യം ഇത് നോട്ടിഫിക്കേഷൻ തന്നെ ഇത് ഫൈനൽ നോട്ടിഫിക്കേഷൻ ആകുമോ എന്നുള്ള കാര്യം ഒന്നും നമുക്ക് ഉറപ്പില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ് നമ്മൾ ഗ്രാമകല സമിതി എന്ന് പറയുന്നത് അതിനെ നേരിട്ട് കാണുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ടുള്ളത് പഞ്ചായത്ത് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സർവ്വതർദ്ദേശം നോക്കിയപ്പോ ഫോറസ്റ്റിന്റെ ആവശ്യമില്ല, അവിടെ ഫോറസ്റ്റിന്റെ ആവശ്യമില്ല. ഇത് ഒന്നാമത് ഇക്കോ ടൂറിസം പദ്ധതി അല്ലാതെ റിസർവ് പദ്ധതി ഈ പദ്ധതി റിസർവ് നോട്ടിഫിക്കേഷന്റെ പദ്ധതിയാണ്. തേക്കടി ഇവിടെ ഒറ്റ സമയം നമ്മൾ അതായത് 90 ഈ സ്ഥലമാണ് മേഡം, ഈ പുഴയാണ് ഒരു ഫോറസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞങ്ങളെ ഉദ്ദേശം ഞങ്ങളുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പിൽ വേ പണിയാനാണ്. ഇവിടെ പണിതാ ഈ CRZ പ്രശ്നം കഴിഞ്ഞു, മനസ്സിലായ? ഈ പുഴയുടെ പ്രശ്നം കഴിഞ്ഞു. പുഴയിലെ മണ്ണ് മാറ്റാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കുടിവെള്ളം തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാക്കി മാറ്റാത്. ഇതൊന്നും ചെയ്യാതെ ഇവിടെ മണ്ണ് മാറ്റാൻ പറ്റുന്നില്ല. മണ്ണ് മാറ്റാൻ പറ്റാത്ത എന്താ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയതിന്റെ ഭാഗമായിട്ട് മണ്ണ് മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ കറക്റ്റായിട്ട് പറയുന്നത്. ഫോറസ്റ്റിന്റെ കീഴിലാണെന്ന്, മണ്ണ് മാറ്റാൻ പറ്റില്ലാന്ന്. അപ്പൊ അത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണോ? മണ്ണ് മാറ്റാത്തതുകൊണ്ട് ഒരു മഴവെള്ളം വന്നു കഴിഞ്ഞാൽ, മഴക്കാലത്ത് വെള്ളം വന്നു കഴിഞ്ഞാല് തിരുനെല്ലൂര് ഈ ഏരിയ മുഴുവൻ വെള്ളത്തിൽ മുങ്ങണ്. ഈ ഏരിയ അല്ല ശോഭാ സിറ്റിയോട്ട് മുങ്ങും. പദ്ധതി പ്ലാൻ ചെയ്തു, കാനൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ പുഴയിലേക്ക് പോകാൻ പറ്റണ്ടേ? അവിടെ മണ്ണാണ്, ആ മണ്ണ് മാറ്റാൻ പറ്റില്ല, വെള്ളം വലിക്കുന്നില്ല. അപ്പൊ പദ്ധതികള് ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ പദ്ധതികൾ പലതും കൊണ്ടുവന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളെടുത്ത് ചോദിക്കണം, സമ്മതം വാങ്ങിക്കണം. എന്നാലും പുഴയിലത്തെ മണ്ണ് മാറ്റാൻ പറ്റില്ല. എന്താ വെച്ചാൽ മണ്ണുണ്ടെങ്കിൽ മാത്രമേ കണ്ടൽ വളരുള്ളൂ. അതായത് ചെളിയായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ കണ്ടൽ വളരുള്ളൂ. കണ്ടൽ ഞങ്ങൾ ഒരു കാലത്ത് നട്ടിരുന്നതാ. അതിന്റെ കെണി ഞങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് നേരം വൈകുന്നു മാത്രം. അതുണ്ടായിരുന്നു. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. വെറുതെ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാന്ന് വെറുതെ പറഞ്ഞുമ്പോ ഇവിടെ ഒരു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ അവിടെ ഇരിക്കാം. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇരിക്കും. ഞങ്ങളുടെ കുറെ പ്രയാസങ്ങളുണ്ട്. നിങ്ങളുടെ സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നമ്മള് ഹരിതസേന ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ സോഷ്യലിറ്റി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി, ഇവിടുത്തെ ഉണ്ടാക്കി. ഇതിന്റെ ഈ പറഞ്ഞ പോലെ കുറച്ച് മാന്തി ആ സൈലന്റ് ആയിട്ട് പോയി രേഖപ്പെടുത്തിയിട്ടുള്ള ഇതാണ് ഈ സാധനങ്ങളാണ് ഈ കണ്ടൽ നിൽക്കുന്നത്. ഇതാണ് ഇയാളുടെ വീട് നിൽക്കുന്ന സ്ഥലം. ഈ ഏരിയ കണ്ട, ഇത് കേറിയിട്ട് കണ്ട എവിടേക്കാന്നുള്ളത്. ചെയ്യാന്നുള്ളതാണ്. സ്ഥിരമാക്കിയിട്ട് കണ്ടല് പുഴ മൊത്തം പുഴ ഇടുക്കിയിലും മറ്റോടൊക്കെ വനം ഒഴിവാക്കുക. ഇതൊക്കെ ഇവിടെ കയറ്റി ഇവിടുത്തെ ഈ റിസോഴ്സസ് എല്ലാം നമ്മള് സുസ്ഥിരമായിട്ട്, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കണതാണ്. ഞങ്ങൾക്ക് അല്ലാതെ ഇത് ഉപയോഗിക്കാൻ അവകാശം ഉണ്ടെന്ന് ഞങ്ങൾക്കിപ്പോ. ഞങ്ങൾക്ക് പുഴയിൽ ഇറങ്ങാൻ അവകാശം മേഡം, ഞങ്ങൾക്ക് പുഴയിൽ ഇറങ്ങാൻ യാതൊരു അവകാശത്തിന് കുറവില്ല. മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്തോട് ചോദിച്ചാൽ മണ്ണെടുക്കണം പറയും. മീൻ പിടിക്കാൻ തടസ്സമില്ല. മത്സ്യത്തൊഴിലാളികളാണ്. ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് എതിർക്കേണ്ട വരുന്നത്. നിങ്ങളോട് പോയിട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് കേസിലാണ്. ഇനി ഞങ്ങൾ ആ റിസർവ് നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഏതാണ് ലാഭം ഈ നിലവിൽ നോക്കുമ്പോ, ഈ രണ്ടിനും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോ? ഞങ്ങളുടെ ഭാഗം അങ്ങനെ വന്നതിലേക്ക് മേഡത്തിന്റെ അഭിപ്രായം പറയും. അല്ല മേഡം, ഒരു ചെറിയൊരു കാര്യം ചെയ്യട്ടെ. ഒരു പുഴേനെ കാടാക്കിട്ട് ആർക്കും ഗുണം? ഒരു പുഴയാണ്, ശുദ്ധജലം കിട്ടുന്ന പുഴയാണ്.
ഇത് ഷൈജു പറഞ്ഞ പോലെ ഒരു സ്പിൽവേ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഏരിയയിലേക്ക് മൊത്തം ശുദ്ധജലം കിട്ടുന്ന ഒരു പുഴയാണ്. ഈ പുഴേനെ കാടാക്കിക്കൊണ്ട് ആർക്കാണ് അതിൽ മെച്ചം? ഈ നാട്ടുകാർക്ക് വല്ല മെച്ചമുണ്ടോ? റൗണ്ട് അടിച്ച് നിൽക്കുന്ന പുഴയാണത്. അല്ല, നാട്ടുകാർക്ക് വല്ല മെച്ചമുണ്ടോ? പുഴയിട്ട് റിസർവ് നോട്ടിഫിക്കേഷൻ നടത്തിയിട്ട് ഫോറസ്റ്റ് ഇത് ഏറ്റെടുത്തിട്ട് പുഴയായിട്ട് നിർത്തുന്നത് സാറിന് തോന്നുന്നുണ്ടോ? പുഴയെ സംരക്ഷിക്കാൻ ഒരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് മണ്ണെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? പുഴയ്ക്ക് വേണ്ടത് മണ്ണാണ്. മണ്ണ് വേണ്ട, വെള്ളമാണ് വേണ്ടത്. മണ്ണെടുക്കാൻ നിങ്ങളുടെ അനുമതി മേടിക്കേണ്ടതല്ലേ? അല്ല, മണ്ണെടുക്കാൻ ഇവിടുത്തെ കുടിവെള്ളം കയറുന്നതിന് ഒഴിവാക്കാൻ നിങ്ങളുടെ അനുമതി മേടിച്ചില്ലേ പഞ്ചായത്ത് മെമ്പർ? അതെ, ഈ പുഴയിൽ മണ്ണെടുക്കാനായിട്ടുള്ള പദ്ധതിയിലായിട്ട് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറാണ് റൈറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ നിലവിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറായിട്ട് പോവാതെ പറ്റാറുണ്ട്. ഇല്ലേ? നമുക്ക് ഇവിടെ പുഴയിറങ്ങാനോ മണ്ണ് മാറ്റാനോ ഇതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. ഞങ്ങൾ പറയണത് അതാണ് ഇത് സെന്റിൽ കൂടുതൽ അല്ലെ, 25 സെന്റിൽ കൂടുതൽ, അതായത് 1000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് കണ്ടലുണ്ടെങ്കിൽ, അങ്ങനെയല്ലേ സാർ അതിന്റെ നിയമം? അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഈ CR 1 ആണ് വരിക. അതൊന്ന്. ഇവിടെ കണ്ടലില്ലെങ്കിലും ഞങ്ങൾ 234 ഏക്കർ റിസർവ് ഫോറസ്റ്റ് ആയിട്ടല്ലേ പ്രഖ്യാപിക്കുന്നത്? അത് എന്ത് റിസർവ് ഫോറസ്റ്റാ? കണ്ടൽ റിസർവ് ഫോറസ്റ്റ് അല്ലേ? അങ്ങനെ വരുമ്പോ ഇതിന് ചുറ്റുവശം ഈ ബഫർ സോൺ വരില്ലേ? കണ്ടൽ വേണമെന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ ചുറ്റുവശമുള്ള 5.5 കിലോമീറ്ററുള്ള ഈ 50 മീറ്റർ ദൂരപരിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പല്ലേ? അത്ര മതി. ഒന്നും ചെയ്യാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാല്. ഞങ്ങളുടെ പ്രശ്നമാണ്. അതായത് ഇന്ന് നിയമം പ്രാബല്യത്തില് സെക്ഷൻ 4 മാത്രം വന്നിട്ടുള്ളൂ. 19 വരെയുള്ള സാധനം നിങ്ങൾ ഇറക്കൂലേ? അതിന്റെ അത് വരില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ഈ പ്രശ്നം ഈ ആകുലങ്ങളെല്ലാം അന്നേരം അവിടെ അവതരിപ്പിച്ചു. അല്ല, ഞങ്ങൾക്ക് അവിടെ കൂടി പറയണം. ഞങ്ങൾ അത്യാവശ്യം പരാതി കോടതിയിൽ കേസുണ്ട്, എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ഇവിടെ മന്ത്രിമത്തലം തൊട്ട് മുഖ്യമന്ത്രി വരെ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സമിതി വന്നത് ഇവിടെ വേറെ ഈ ഉപ്പുവെള്ളം സാറും പറയണത് കണ്ടല് സംരക്ഷിക്കുന്ന സാറും പറയണേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മാൻഗ്രൂവ്സ് അതായത് കണ്ടല് ഒരുപാടുള്ള സ്ഥലമാണെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ഓൾറെഡി കണ്ടലുണ്ടല്ലോ. അല്ല, ആ കണ്ടലുകള് ഞങ്ങള് വെച്ചുപിടിപ്പിച്ചാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 50 മീറ്റർ ഇങ്ങോരെ വീടടക്കമുള്ള ആളുകളുടെ വീട് പെട്ടെന്ന് കിടന്നപ്പോ അപ്പൊ കണ്ടലിന്റെ കാര്യമാണോ പറഞ്ഞത്? അതോ ഏതായാലും പുഴയ്ക്കൊരു നിയമം ഉണ്ടാവില്ല? അത്ര അതാണ് ഞങ്ങളുടെ നിയമം CR 2 കണ്ടൽ നിൽക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ഇവിടുത്തെ 50 മീറ്റർ എന്തായാലും മാർക്ക് ചെയ്യില്ലേ CR സെറ്റിന്? ആ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് കാണണ്ടേ അതിന്റെ ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് കണ്ടല് വെച്ച് പിടിച്ചത്. കണ്ടല് വെച്ച് പിടിച്ചപ്പോ ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ട കണ്ടീഷൻ. ഇനിയിപ്പോ അത് ആരോടെ പറയാ? ഫോറസ്റ്റിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായോ കേട്ടോ, 4 പേര് വന്നു, അവര് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുത്തു പോയി. ഒരു 6-7 മാസം കഴിഞ്ഞ പിന്നെ 4 പേര് വേറെ വന്നു. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ മാറുന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് തണ്ണീർത്തട സംരക്ഷണ നിയമം നിയമം ഈ 2 നിയമങ്ങളും ഞങ്ങളുടെ തീരപ്രദേശത്തുള്ള ആളുകൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ 50 മീറ്റർ തന്നെയാണ്. അത് പാവർട്ടിയിലാണ് 50 മീറ്റർ. ഇത് 3 പഞ്ചായത്തുകളെ ചുറ്റി കിടക്കുന്ന 5.5 കിലോമീറ്റർ ദൂരമുള്ള പുഴയാണിത്. 3 പഞ്ചായത്തുണ്ട്: വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവർട്ടി. ഒരുമിനൂർ പിന്നെ അപ്പുറത്താണ്. ഈ അളവിൽ പെട്ടിട്ടില്ല. അടുത്ത 2ാം ഘട്ടം 3ാം ഘട്ടമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അളന്ന് ക്ലിയറാക്കിയിട്ട് അവരെയും കൂടി പെടുത്താം. അങ്ങനെ 3 പഞ്ചായത്തുകൾ ഓൾറെഡി ഉണ്ട്. 50 മീറ്റർ ദൂരപരിധി ഗുണം കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നിശ്ചയിക്കുന്നത്. ഞാൻ ചോദ്യം എന്താണ്, നമ്മളിപ്പോ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഇപ്പൊ ഇല്ല എന്നുള്ളത് ഓക്കെയാണ്. ഏത് വൈൽഡ് ലൈഫ് സങ്കേതം എന്നുള്ളത് ഇപ്പൊ ഇല്ല, ഭാവിയിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അതിന്റെ പ്രോസസ്സിങ് ഇതുപോലെ ജനങ്ങളെ കേൾക്കുമോ, അതിന്റെ പ്രോസസ്സിങ് എന്താണെന്നുള്ളത്. അതുപോലെ ഈ ഇതിപ്പോ 19 നോട്ടിഫിക്കേഷൻ ഉള്ളു. 19 നോട്ടിഫിക്കേഷൻ ഇതേ സെയിം ഇതേപോലെ സ്റ്റേറ്റ് കണ്ടൽക്കാരന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സെക്ഷൻ 6 അതാ കോവിഡിന്റെ സമയത്ത് പാസ്സാക്കിയാണ്. രേഖയില് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 6 അവിടെ ഇറക്കിയിട്ടില്ല. സെക്ഷൻ 6 അവിടെ അറിയാൻ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒന്നും ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല, ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാർക്ക്. അത് കാരണം അത് വന്നുപോയി.
ഇവിടെ ആളുകൾ സ്വന്തമായി സ്ഥലം ഉണ്ടെങ്കിൽ അവരവരുടെ രേഖകൾ അവിടെ കാണിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചോളം അല്ല, ഞങ്ങളെ ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പുഴയാണ് ആവശ്യം, കാടല്ല. അതിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഓൾറെഡി അളന്നു കഴിഞ്ഞു. അതിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ 119/2 പെട്ടിട്ടുള്ളതാണ്. ഇനി അതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കണമെങ്കിൽ സ്ഥല ഉടമകൾ വേണമെങ്കിൽ പോയി ഉന്നയിച്ചോളൂ, നമുക്കതിൽ പരാതിയില്ല. പക്ഷെ BTR ഞങ്ങൾ അത് പുഴയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ജനിച്ചു വളർന്നത് ഈ പുഴയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുഴയായിട്ടാണ് കിട്ടുന്നത്. ഫോറസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ല. ഫോറസ്റ്റ് നിയമങ്ങൾ, സ്വയംഭരണാധികാരമുള്ള ഫോറസ്റ്റ് നിയമങ്ങൾ ഒരു വ്യത്യസ്ത നിയമങ്ങളാണെന്നും ഞങ്ങൾക്കറിയാം. ഏത് ചെറിയ കുട്ടിക്കും ഇപ്പോൾ പുഴയെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അറിയാൻ പറ്റും. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ ചോദിച്ച ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമെങ്കിൽ മാത്രം. പ്രധാനമായിട്ടും നമ്മളിവിടെ ഈ കണ്ടല് സംരക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതിന്റെ ബേസിലാണ് ഈ കണ്ടലുകൾ വെട്ടി നശിപ്പിക്കുന്നു. സ്ഥലം ഒരുപാട് ആൾക്കാരത് കയ്യേറുന്നു. ഇതുപോലെയുള്ള ഒരു വിവരങ്ങൾ സർക്കാരിന് കിട്ടിയതനുസരിച്ചിട്ടാണ്. അറിയില്ല, അല്ല 19/2 ഏതെങ്കിലും കണ്ടല് നശിപ്പിച്ചതായിട്ട് ഏതെങ്കിലും രേഖ ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോ പുതിയതായിട്ട് വന്നതാണ്. കണ്ടലുകളെ ആളുകൾ നശിപ്പിച്ചു തുടങ്ങി. എങ്ങനെയാണെന്നറിയോ? ഫോറസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം അതുപോലെ ജനങ്ങളായി ഞങ്ങളൊക്കെയാണ് ഈ കണ്ടൽ നട്ടിരുന്നത്. മനസ്സിലായോ? ജനങ്ങൾ സംരക്ഷിച്ച് ഞങ്ങളടക്കമുള്ള ആളുകൾ സംരക്ഷിച്ച് പോന്നിരുന്നതാണ് ഈ കണ്ടല്. ഫോറസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിന് മുന്നിൽ ഒരു കണ്ടല് പോലും വെട്ടിയ റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അതിന്റെ ഒരു സംരക്ഷണാർത്ഥമാണ് സംരക്ഷണം എത്ര കണ്ടലുണ്ട് ഇവിടെ? അതായത് എത്ര കണ്ടലിവിടെ ഉണ്ട്? 234 കോടതിയിൽ ഒരാൾ കൊടുത്തിട്ടുണ്ട്. ആ സാധനം ഇവിടെ ഉള്ളതല്ല. 119/2 പെട്ട ഒരു സാധനം കാണിച്ചിട്ടില്ല കോടതിയിൽ. ഈ നോട്ടിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരുമ്പലൊക്കെ ഒന്നുമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞേക്ക് നമുക്കിത് നിങ്ങൾക്കിത് ഈ ക്ലെയിം മറ്റു കാര്യങ്ങൾ വേണ്ട എന്നുള്ള കാര്യങ്ങൾ കേൾക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റു എല്ലാ ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലവില്ലാതായിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ആ രീതിയിൽ പ്രശ്നം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുക എന്തുവേണം? അത് ഗവൺമെന്റ് നയത്തിലുള്ള തീരുമാനമാണത്. അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ 4 പേര് ഇവിടെ തീരുമാനിച്ച് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അറിയാമല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമഹരിത സമിതി എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ മാത്രം എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടൽ വളർന്ന് വീടിനുള്ളിലേക്ക് വളർന്നു വരുന്നു. എത്ര ഇതാണെങ്കിലും നമുക്ക് അങ്ങനെ കടന്നു വരുന്ന കണ്ടൽ നിങ്ങൾക്ക് പിന്നെ വെട്ടിമാറ്റാം. നിയമമാണ് നിയമം സാറ് പറയുന്നത് വെട്ടാം അല്ലെ? നിയമത്തിൽ അങ്ങനെ ഉണ്ടോ? അല്ല നിയമത്തിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ? കണ്ടല് വെട്ടാൻ നിയമമുണ്ടോ? കണ്ടല് വെട്ടാൻ നിയമം സാറ് ഫോറസ്റ്റ് ഓഫീസറാണെന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അതായത് അങ്ങനെയല്ല, അത് നിയമപരമായ രീതിയിൽ കണ്ടല് വെട്ടാൻ ഏത് കാര്യം ഉണ്ടെങ്കിലും നമുക്കത് ഒഴിവാക്കുന്ന കാര്യം അത് മാനുഷികാവസ്ഥ. സാറ് പറയുന്നത് മാനുഷികാവസ്ഥ. നിയമപരമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ തുടങ്ങിയത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ മറുപടി ഓരോ ചോദ്യത്തിനും നമുക്ക് മറുപടി തരാൻ പറ്റും. എല്ലാ ചോദ്യങ്ങളും ഷൈജു വായിക്കുന്നതിന് മുമ്പ് മെമ്പറെ ഭാഗത്തുള്ള ചോദ്യങ്ങളുണ്ട്. ആദ്യം മെമ്പറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ മെമ്പർ തന്നുള്ള എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഓരോന്നോരോന്നും ഓരോരുത്തർക്കും പറഞ്ഞു. അല്ലാണ്ട് നമ്മള് കുറെ കാലത്ത് കക്കവാരി കാര്യമാണ് ആദ്യം മണിയണ്ണൻ പറഞ്ഞത്. അപ്പോ നമ്മള് CRSന്റെ പോലെ തന്നെ ഇതിനും ബഫർ സോൺ 50 മീറ്റർ എന്തായാലും ഉണ്ട്. 50 മീറ്ററാണ് ബഫർ സോൺ. 50 മീറ്റർ അല്ലല്ല എത്ര എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കക്കവാരി, മത്സ്യബന്ധനം, അതുപോലെ തന്നെ ഈ കയ വ്യവസായം മുതലായിട്ടുള്ള പുഴയുമായി ബന്ധപ്പെട്ട് സ്ഥിതിക്കുന്ന സാധനം. അതായത് പുഴയിലോട്ട് ഒഴുകി പോകുന്ന ഒരു നാളികേര ഉൾപ്പെടുത്തി റിസർവനത്തിന്റെ അനുമതി വേണം എന്ന രീതിയിൽ പറയുന്ന ആ ഒരു ചോദ്യം തന്നെ അങ്ങനെ വന നിയമവുമായി ബന്ധപ്പെട്ട് വന്നതിനാൽ ഇങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അടുത്ത ചോദ്യം ഈ പെരുന്നാടുപുഴ റിസർവ് വനം ഇതിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഈ വീടുകൾ വെക്കുന്നത് അല്ലെങ്കിൽ പുതിയ പ്രദേശത്ത് വീടുകളെ മെയിൻ്റനൻസ് ഇതിന് നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമുണ്ട്.
ഈ വീടുകൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് പുതുക്കി പണിയുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ തടസ്സവാദങ്ങളോ ഉണ്ടോ? CR-Z പരിധി എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. CR-Z പരിധി 50 മീറ്റർ ആക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ബാവത്തി പഞ്ചായത്ത്. അത് എല്ലാവർക്കും അറിയാം. അത് CR-Z പരിധി നിങ്ങൾക്കുണ്ടെങ്കിൽ അതറിയാം. അതല്ലെങ്കിൽ CR-Z പരിധി നിങ്ങൾ പ്ലസ് ഇവിടെ എന്തെല്ലാം പുതിയ നിർദ്ദേശങ്ങൾ അതായത് എന്തെല്ലാം പുതിയ പദ്ധതികളും നിർദ്ദേശങ്ങളും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയുള്ളൂ എന്റെ ഞാൻ ചോദിച്ചത് തന്നെയാണ്. പെരിങ്ങാട് പുഴ റിസർവ് വന നോട്ടിഫിക്കേഷൻ വന നിയമം 1962 പ്രകാരമാണ് റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അല്ലെ? അങ്ങനല്ലേ? ഈ വകുപ്പ് പ്രകാരം റിസർവ് വനമാക്കിയാൽ പിന്നെ അവിടെ നടപ്പിലാക്കാൻ പോകുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം പറയുന്നെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ ആർക്കും. നിങ്ങൾ പുഴയാണോ പുഴയോരമാണോ റിസർവ് വനമാക്കിയിട്ടുള്ളത്? അതൊന്ന് വ്യക്തമായിട്ട് തരണം. അതിന്റെ അതിര് എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടെ നിന്ന് അവസാനിക്കുന്നു? തീർച്ചയായും ഈ അതിരുകൾ നിങ്ങൾ കാണിച്ചു തരണം. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ എത്രമാത്രം ജലഭാഗമുണ്ട്, എത്രമാത്രം കരഭാഗമുണ്ട്? ഈ റിസർവ് ഫോറസ്റ്റാക്കി 234 ഏക്കർ, എത്ര ഏക്കർ കണ്ടലുണ്ട്? അതിന്റെ പഠന റിപ്പോർട്ട് നൽകാം. അതിൽ എത്രമാത്രം കണ്ടലുണ്ടെന്നുള്ളതിന്റെ ഒരു പഠന റിപ്പോർട്ട്. ഏതെല്ലാം കണ്ടലുകളുണ്ട്, എത്ര തരമുണ്ട്, ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്, അതിന്റെ ഒരു പഠന റിപ്പോർട്ട്. റിസർവ് ഫോറസ്റ്റ് ആക്കിയാൽ സാധാരണ ജനങ്ങൾക്ക് പുഴയിൽ ഇറങ്ങുവാനും പുഴയിൽ നിന്ന് മീൻ പിടിക്കുവാനും സാധിക്കും. അങ്ങനെ പുഴയിൽ ഇറങ്ങിയാൽ എന്താണ് പിന്നീട് മൃഗങ്ങൾ നടത്തിയിട്ടുണ്ടാകുക? റിസർവ് ഫോറസ്റ്റ് ആക്കിയാൽ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. റിസർവ് ഫോറസ്റ്റ് ആക്കിയാൽ സാധാരണ ജനങ്ങൾക്ക് പുഴയിൽ ഇറങ്ങാനും അത് പറഞ്ഞു. പെരിങ്ങാട് പുഴയിലെ ചെളി നീക്കുവാനുള്ള ഇറിഗേഷന്റെ പദ്ധതിക്ക് അനുമതി നിഷേധിക്കപ്പെട്ടത് റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളത് കാരണമല്ലേ? അല്ലെ? അതുമൂലം പുഴയിലെ ചെളി നീക്കാൻ സാധിക്കാതെ ഒഴുക്ക്